ഈസ എവിടെ പോണേ? ഈസ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊച്ചിയിൽ കല്യാണം കൂടാൻ വന്നതാട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം ചെക്കനെയും പെണ്ണിനെയൊക്കെ നോക്കിയിരുന്നു. നമ്മുടെ ഇവിടത്തേനേക്കാളും കുറച്ചൊരു വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ. കാരണം ചെക്കൻ്റെ കയ്യിൽ എല്ലാവരും മോതിരമൊക്കെ ഇട്ടു, ഓരോരുത്തരായിട്ട് മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ കോട്ടൺ ക്യാൻഡി ഉണ്ടായിരുന്നു. അത് ഈസ മേടിച്ച് കഴിക്കലൊക്കെ ഉണ്ട്. കാരണം ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഈസ നമ്മളെവിടെ പോണേ? എവിടെ? ബീച്ചിലാ? അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി. പിള്ളേർക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഫോർട്ട് കൊച്ചി ബീച്ച് ആകെ മോശമായി കിടക്കാണ്ട്. ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട്, തിരക്കുണ്ടെങ്കിലും ഭയങ്കര മോശമായിട്ട് വേസ്റ്റും കാര്യങ്ങളും ഭയങ്കര സ്മെല്ലും അതേപോലെ പായലൊക്കെ അടിഞ്ഞിട്ട് ആ ഒരു ഭംഗിയില്ല, പണ്ടത്തെ ആ ഒരു രസമേ ഇല്ല കേട്ടോ. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കാണാനൊക്കെ ഭയങ്കര അലമ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഒരു ക്ലീനല്ല നമുക്ക്. പിന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം ഈസ അവിടെ ഒരു കാക്ക ചത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നോക്കും, ഇത് കാക്ക ചത്ത് കിടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോൾ മറ്റിങ്ങനെ കറങ്ങുന്ന സാധനം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നേരം കളിച്ചിട്ട് ഓടി നടന്ന് ആ വെയിലത്ത് ഓടി നടന്ന് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. തണലത്തിരിക്കാൻ നല്ല രസമാണല്ലോ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ട്. അതും പിന്നെ പിള്ളേരുടെ ഓട്ടവും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ദാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളവും അതും ഇതൊക്കെ മേടിച്ചു. അതേപോലെ എൻ്റെ അനിയത്തിക്ക് മറ്റേ ബബിൾസിൻ്റെ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ.